ചോദിക്കാം. കൊല്ലം മൈനാഗപ്പള്ളി മണ്ണൂർക്കാവിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൈനാഗപ്പള്ളി ദിയാഭവനിൽ രാജീവിന്റെ ഭാര്യ ശ്യാമയാണ് മരിച്ചത്. സംഭവത്തിൽ ഭർത്താവ് രാജീവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, മൈനാഗപ്പള്ളിയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള കുടുംബ പ്രശ്നമാണോ അതോ മറ്റെന്തെങ്കിലും സംഭവമാണോ? പിന്നെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം പുറത്തറിയുന്നത്. കൊല്ലം മൈനാഗപ്പള്ളിയിലാണ് മണ്ണൂർക്കാവ് എന്ന സ്ഥലത്താണ് യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. മൈനാഗപ്പള്ളി ദിയാഭവനിൽ രാജീവിന്റെ ഭാര്യ 26 വയസ്സുള്ള ശ്യാമയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഭർത്താവ് രാജീവിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ സംഭവം ഇങ്ങനെയാണ്. ഇന്ന് ഉച്ചയോടുകൂടി ഭാര്യയെ ആശുപത്രിയിൽ എത്തിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജീവ് സമീപത്തുള്ള നാട്ടുകാരുമായിട്ട് സഹായം ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ രാജീവിന്റെ ഈ ഒരു ചേഷ്ടകളിൽ ചില സംശയങ്ങൾ തോന്നി നാട്ടുകാർ എത്തുകയും വീട്ടിൽ നോക്കുകയും ചെയ്തപ്പോഴാണ് യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ ചില സംശയങ്ങൾ നാട്ടുകാർ ഉന്നയിച്ചതിനെ തുടർന്നാണ് ശാസ്താംകോട്ട പോലീസ് സ്ഥലത്തെത്തുകയും ഈ രാജീവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇപ്പോൾ രാജീവിനെ വിശദമായി ചോദ്യം ചെയ്തു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ശ്യാമയുടെ മൃതശരീരം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. കൂടുതൽ നടപടിയിലേക്ക് പോലീസ് നിന്നുള്ളൂ. ബിൽന, കൊല്ലം മൈനാഗപ്പള്ളിയിലാണ് യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ് മറ്റെന്തെങ്കിലും മരണകാരണത്തെ പറ്റിയിട്ടുള്ള വിവരങ്ങളെല്ലാം കൂടുതൽ അറിയുകയുള്ളൂ. വാർത്തയുടെ കൂടുതൽ വിശദാംശം നൽകിയത് വിനീഷ്.